بسم الله الرحمن الرحيم والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم يومئذ تعرضون لا تخفى منكم خافية من സഹോദരന്മാരെ സഹോദരികളെ ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സാലിഹ് ബിൻ ഹമയ്യിദ് ആയിരുന്നു ഖുതുബ ഓതിയിരുന്നത്. അദ്ദേഹം മുമ്പന്മാരായ നമ്മുടെ നേതാക്കളുടെയും മഹാത്മാക്കളുടെയും സാലിഹ്യങ്ങളുടെയും ഹിക്മത്തുകളെയും മണി പോലോത്ത മുത്തുപോലോത്ത നല്ല നല്ല വാക്കുകളെയെല്ലാം അദ്ദേഹം നിരത്തി പറയുകയായിരുന്നു. അതിലുള്ള വിജ്ഞാനപരമായ കാര്യങ്ങൾ, പഠനാർഹമായ ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തന്നെ ആദ്യമായി അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. മൻ ഹാസബ നഫ്സഹു അമില ലിമാ ബഅദൽ മൗത്ത്. ആരെങ്കിലും അവന്റെ നഫ്സിനെ വിചാരണ നടത്തിക്കഴിഞ്ഞാൽ അവന് മരണശേഷം ജീവിക്കേണ്ട നീണ്ട വിശാലമായ ലോകത്തിലേക്ക് ഒരുങ്ങാൻ അവനത് പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ അവന് വിജയമാർഗം കൈക്കൊള്ളാൻ അമില ബിമായുരീദ്, എന്തിൽ കൂടിയൊക്കെയാണ് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് ആ ഭാഗങ്ങളെയെല്ലാം അവൻ കണ്ടെത്താൻ വേണ്ടി പാടുപെടും. അല്ലാഹു പറയുന്നു, യൗമഇദിൻ തുഅറദൂൻ ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അന്നേത്തെ ദിവസത്തിൽ നിങ്ങളുടെ സർവ്വ അമലുകളെയും അള്ളാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടും. ഒന്നും ചെറുതോ വലുതോ അവിടെ അവ്യക്തമാക്കപ്പെടുന്നതല്ല, എല്ലാം പ്രകടമാക്കപ്പെടുന്ന കാലം വരാൻ പോവുകയാണ്. അപ്പോൾ വിചാരണ നടത്തുന്ന മനുഷ്യൻ ഈ ആയത്ത് മുമ്പിൽ വെച്ചായിരിക്കും ചിന്തിക്കുക. അപ്പോൾ അവന്റെ ജീവിതത്തിൽ അവന് വിജയം കൈവരിക്കാനുള്ള ഭാഗങ്ങളും മാർഗങ്ങളും കണ്ടെത്താൻ അതവനെ സഹായിക്കും. എന്ന് മാത്രമല്ല, അവന്റെ ഇഹലോകത്തിലുള്ളതായ ജീവിതത്തിൽ അവൻ നേടിയെടുക്കേണ്ട പരലോകമോക്ഷത്തിന് വേണ്ടി നേടിയെടുക്കേണ്ട മാർഗങ്ങളും അതിനുള്ള വഴികളെല്ലാം കണ്ടെത്താനും അവന്റെ ജീവിതത്തിനൊരു വിലയുള്ള ജീവിതമാക്കി മാറ്റാനും തർത്തീബുണ്ടാക്കുവാനും അവനത് സഹായകമാകും. അതേസമയത്ത് ആ രൂപത്തിൽ ചിന്തിക്കാതെ അവൻ ഹസ്രത്തിന്റെയും നദാമത്തിന്റെയും പ്രയാസത്തിന്റെയും ഖേദത്തിന്റെയും ദുഃഖത്തിന്റെയും ജീവിതത്തിൽ ആണ്ടുപോകുന്നതായിരിക്കും. മുഹാസബത്ത് നടത്താത്ത രൂപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ. കാരണം വിരൽ കടിക്കേണ്ടി വരും, അല്ലെങ്കിൽ കൈ കടിക്കേണ്ടി വരും. മരണമാസന്നമായി കഴിഞ്ഞാൽ ഈ ഭൂമിയോട് പെട്ടെന്ന് വിട വാങ്ങേണ്ടി വരും. അപ്പോൾ അവന് എന്താണ് അവൻ കഴിഞ്ഞു പോയതായ കാലഘട്ടത്തിൽ ചെയ്തത് എന്നത് പരിശോധിക്കാത്തത് കൊണ്ട് തന്നെ അവന് ടൈം ലഭിക്കുന്നതല്ല അവൻ ഭാവിയെ കെട്ടിപ്പടുത്താൻ. വലൈസത്ത് ഹാദിഹി ദുനിയാ ബിശൈഇൻ തസൂക താറതൻ വതസുറു വഖതാ. ഈ ദുനിയാവ് യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നവർ, ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെയല്ല എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ഖുർആനിൽ, അതെ, തസൂക താറതൻ, നിനക്ക് ചിലപ്പോൾ ദുനിയാവിലൂടെ വിഷമവും പ്രയാസവും ദുഃഖവും ഉണ്ടാകുന്നു. വതസുറു വഖതാ, ചില സന്ദർഭത്തിൽ നിനക്ക് സന്തോഷമുണ്ടാകുന്നു. അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് അതിന്റെ അറ്റം എന്താണ്, അതിന്റെ ഹദഫ് എന്താണ്, അത് എവിടേക്കാണ് നമ്മളെ എത്തിച്ചേർക്കുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ നീ കിനാവിൽ കാണുന്നതായ കിനാവിന്റെ സ്ഥാനത്ത് മാത്രമാണ് ഈ ദുനിയാവ്. ഏതാനും ദിവസങ്ങളിലൂടെ നമുക്ക് ആ ദുനിയാവിനോട് വിട വാങ്ങേണ്ടി വരും. 1000-ൽ പരം വർഷങ്ങളിൽ ജീവിച്ചതായ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് ഈ ദുനിയാവിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽ ചരിത്രങ്ങളിൽ കാണാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മറുപടി, ഈ വീട്ടിന്റെ ഈ വാതിലേക്ക് കടന്ന് മറ്റേ വാതിൽ കൂടി പുറത്തു പോയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഇത് മാത്രമാണ് ദുനിയാവിന്റെ സ്ഥിതി. അത് ഈ ദുനിയാവ് അദ്ദുനിയാ മഹ്ഫൂഫത്തുൻ ബിൽ ബലാ, പ്രയാസങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ലോകമാണ്. അത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ സന്തോഷവും ചിലപ്പോൾ പ്രയാസവുമായിരിക്കും. അതേ സമയത്ത് ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിയായ ജീവിതം വഞ്ചനയുടെ ലോകമാണ്. അഥവാ അതിലുള്ളതായ ആഡംബരങ്ങൾ കൊണ്ട് മുഴുകുകയും അതിലൂടെ അവന്റെ യഥാർത്ഥ ലക്ഷ്യം വിട്ടുകളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിലൂടെ വഞ്ചിക്കപ്പെട്ടു എന്നത് വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷമായിരിക്കും ചിന്തിക്കുക. ആ സമയത്ത് ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത സമയമായിരിക്കാം. ആദമിന്റെ സന്തതി അസീറു ജൂഇഹി, അവന് ഒരു വിശപ്പ് വന്നാൽ ആ വിശപ്പിന് കറ്റി കിട്ടണം, ആ വിശപ്പൊഴിവായി കിട്ടണം എന്നതിന് വേണ്ടി ഒരു പാടുപെടുന്നതായ ശേഷിക്കട്ട മനുഷ്യനാണ്.
അങ്ങനെയുള്ള ഈ ശേഷികെട്ട വിശപ്പ് മാറിക്കിട്ടാൻ വേണ്ടി പാടുപെടും, കഷ്ടപ്പെടും, അതിനുവേണ്ടി ഇരക്കേണ്ടി വന്നാൽ ഇരക്കുകയും ചെയ്യും. ആ രൂപത്തിൽ അവന്റെ ജീവിതം ശേഷികെട്ട ജീവിതമാണ്. അവന്റെ ജീവിതത്തിന് ഒരു വിലയും നിലയുമില്ല എന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അവൻ ലക്ഷ്യത്തിലേക്ക് എത്താത്ത കാലത്തോളം, വിചാരണ ചെയ്യാത്ത കാലത്തോളം, എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടു, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എവിടേക്കാണ് ഞാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കാത്ത കാലത്തോളം. അതെ, ചിലപ്പോൾ തഖ്തുലുഹു ശരിഖ, അവന് തൊണ്ടക്ക് വല്ല ഭക്ഷണം തൊണ്ടയിൽ കെട്ടിപ്പോയാൽ അതിലൂടെ അവന്റെ മരണമാസന്നമാകാൻ വരെ സാധ്യതയുണ്ട്. അത്രയും ശേഷികെട്ട വ്യക്തിയാണ് ആദമിന്റെ മകൻ എന്ന ആ വ്യക്തി. അതുകൊണ്ട് നാം എത്ര കണ്ട് ശേഷികെട്ട ആളാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ വളരെ ശേഷികെട്ട വ്യക്തിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ ജീവിക്കുന്ന ആരും തന്നെ ഒന്നും മിൽക്കാക്കുന്നില്ല. നമ്മുടെ ശരീരം തന്നെ നമ്മുടേതല്ല, അത് നാം മിൽക്കാക്കുന്നില്ല. അത് അധീനപ്പെടുത്താനുള്ളതായ കഴിവരെ നമുക്കില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ളതായ ഒരു അവയവവും വർക്ക് ചെയ്യുന്നതല്ല, ഒരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ ഭൂമിയിൽ സംഭവിക്കേണ്ട സംഭവ വികാസങ്ങളെ കുറിച്ച് ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി കഴിഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് തന്നെ നാം ചിന്തിക്കേണ്ടത് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മെ സൃഷ്ടിച്ച ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം എന്നതാണ്. നാം അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, യജമാനനായ ഷിട്ടാവായ രക്ഷിതാവായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനെ അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നിലയും വിലയും ഉണ്ടായിരിക്കും. അഭിമാനവും അന്തസ്സുമുള്ള ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതേ സമയത്ത് നമുക്ക് മാസിയത്തിലൂടെ നിന്യതയല്ലാതെ നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. എത്ര കണ്ട് മാസിയത്ത് അഥവാ ദോഷങ്ങളും പാപങ്ങളും നാം വർദ്ധിപ്പിക്കുന്നു, അത്ര കണ്ട് നാം നിന്യരാവേണ്ടി വരുന്നു ഈ ഭൂമിയിൽ. അതെ, നമ്മുടെ മുമ്പിൽ ഈ ഇസ്ലാം വിട്ടുകടക്കുമ്പോൾ നാം ഒരു മുസ്ലിമായി എന്നത് കാരണത്താൽ ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഒരു സത്യവിശ്വാസി ആകുമ്പോൾ അവൻ പരീക്ഷണ ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതോടൊപ്പം അവൻ പരീക്ഷണ ഹാളിലാകുമ്പോൾ ആ പരീക്ഷണങ്ങൾ നേരിടേണ്ടത് അവന്റെ ബാധ്യതയാണ്. അല്ലാഹു പറയുന്നു, നാം നിങ്ങളെ പരിശോധിക്കും. ചിലപ്പോൾ ഭയത്തിലൂടെ പരിശോധിക്കും. നമുക്ക് ഭയമുണ്ടാകും. ഇപ്പോൾ കള്ളൻ വന്ന് കളയുമോ, ശത്രു വന്ന് കളയുമോ, അല്ലെങ്കിൽ ഇടി വീണു പോകുമോ, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടായി പോകുമോ, വെള്ളപ്പൊക്കം ഉണ്ടായി പോകുമോ, അങ്ങനെ പല പല ഭയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വിശപ്പിലൂടെ നാം നിങ്ങളെ പരിശോധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ നഫ്സുകളെ കുറക്കൽ കൊണ്ട്, അഥവാ നിങ്ങളുടെ മക്കളെ മരണപ്പെടുത്തൽ കൊണ്ട്, നിങ്ങളുടെ ഉമ്മയെ മരണപ്പെടുത്തൽ കൊണ്ട്, വാപ്പയെ മരണപ്പെടുത്തൽ കൊണ്ട്, നിങ്ങളിട്ട് പലരും നിങ്ങളോട് വിട വാങ്ങിക്കൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷണമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയതായ, അഥവാ നമുക്ക് അള്ളാഹു നൽകിയതായ ആഡംബരങ്ങളാവട്ടെ, കൃഷികളാവട്ടെ, കച്ചവടങ്ങളാവട്ടെ, ബിസിനസ്സുകളാവട്ടെ, അവളിലൊക്കെ നമുക്ക് ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വീഴ്ച വരുത്തുകയും നഷ്ടം വരുത്തുകയും അതിലൂടെ പരിശോധിക്കുകയും ചെയ്യും. ഇവിടെ നാം പരീക്ഷണത്തിലാണ് എന്നർത്ഥം, ഇവിടെ നാം പരിശോധനയിലാണ് എന്നർത്ഥം. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറയുന്നു, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീന വനബ്ലു അഖ്ബാറകും. നിങ്ങളെ ഞാൻ പരിശോധിക്കും. അതെ, നിങ്ങളിൽ നിന്നിട്ട് ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളിൽ നിന്നിട്ട് ആരാണ് അല്ലാഹുവിന്റെ വഴിയിൽ സേവിക്കുന്നത്, അല്ലാഹുവിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ നിന്നിട്ട് ആരാണ് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നത്, അതുപോലെ തന്നെ വസ്സാബിരീന, നിങ്ങൾ നിന്നിട്ട് ആരാണ് ക്ഷമിക്കുന്നത്, ഇതൊക്കെ പരിശോധിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയാകുമ്പോൾ, ഒരു മനുഷ്യൻ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് നേടിക്കഴിയുമ്പോൾ അവനെ പരിശോധിക്കുന്ന ഇനങ്ങളിൽപ്പെട്ടതാണ്, പരിശോധിക്കുന്ന രൂപത്തിൽപ്പെട്ടതാണ്. അത് നിങ്ങൾ ഏത് രൂപത്തിൽ അള്ളാഹുവിന്റെ വഴിയിൽ സേവിക്കുന്നു, ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്നു, ഏത് രൂപത്തിൽ മനക്കെടുന്നു, ഏത് രൂപത്തിൽ അള്ളാഹുവിന്റെ പരലോക മോക്ഷത്തിന് വേണ്ടിയും ഈ ലോകത്തിൽ അള്ളാഹിനെ പ്രീതിപ്പെടുത്തി ജീവിക്കാൻ വേണ്ടിയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നത് പരിശോധിക്കുക. ആ സന്ദർഭത്തിൽ അവന് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമ കൈകൊള്ളുന്ന ആള് എന്നതും ഞാൻ കൂട്ടത്തിൽ പരിശോധിക്കും. അപ്പോൾ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമ നാം കൈകൊള്ളുക എന്നത് ആ പരീക്ഷണങ്ങളിൽ വിജയം നേടിയവരുടെ സ്വഭാവമാണ്. ആ ഇനത്തിൽ പെടാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, നബലു
വഅഖ്ബാറകും, നിങ്ങളുടെ ഓരോ വാർത്തകളെ, നിങ്ങളുടെ ഓരോ ചലനങ്ങളെ, നിങ്ങളുടെ ഓരോ അനക്കങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ചുറ്റുപാടുകളെ ഞാൻ പരീക്ഷണത്തിൽ ഉൾക്കൊള്ളിച്ച് പരിശോധിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നു. അതെ, നമുക്ക് അല്ലാഹു നൽകിയതായ ഈ മതം ഇത് യഥാർത്ഥത്തിൽ ബാധ്യതയുടെ മതമാണ്. ഉത്തരവാദം നമ്മുടെ തലപ്പത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു വെച്ച ഒരു മഹാബാധ്യതയാണ്. അതുകൊണ്ട് ആ ബാധ്യതയായതോടൊപ്പം വൽ ഇസ്ലാമു ദീനുല്ലാഹ്, അത് അല്ലാഹുവിന്റെ മതമാണ്. അതിൽ നാം അഭിമാനിക്കണം. നാം അല്ലാഹുവിന്റെ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടിയ ആളാണ്. അല്ലാഹുവിന്റെ ദാസത്വം അംഗീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയ ആളാണ്. അതുകൊണ്ട് തന്നെ അതമ്മ നിഅമതഹു ബിഹി, ആ ഇസ്ലാം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹത്തെ നമ്മളിൽ പരിപൂർണമാക്കി തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലും അങ്ങനെ 23 വർഷത്തിലൂടെയുള്ള ആ റിസാലത്ത് ജീവിതം ജീവിച്ചതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ പ്രസംഗം നടത്തി. അവിടെ നിന്ന് അറഫയിൽ നിൽക്കാൻ വേണ്ടി ഇറങ്ങുന്ന സന്ദർഭത്തിൽ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ദിവസത്തിൽ നിങ്ങളുടെ ആ ദീനിനെ നാം ഇതാ പരിപൂർണമാക്കി തന്നിരിക്കുകയാണ്. അത്മംതു അലൈക്കും നിഅമതി, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാൻ തീരുമാനിച്ച വിശാലമായ അനുഗ്രഹമാകുന്ന ഇസ്ലാം അതിനെ ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുകയാണ്. റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അപ്പോൾ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹത്തെ പൂർത്തിയാക്കി തന്നത് എന്തിലൂടെയാണ്? ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ മതം. അത് നിങ്ങളുടെ ജീവിത രീതിയായിരിക്കണം. ജീവിത രീതി കൈക്കൊള്ളാൻ വേണ്ടി അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിന് ആധാരമാക്കിയിട്ട് നിങ്ങളിലേക്ക് അല്ലാഹു ഇറക്കിയതായ, നമ്മളിലേക്ക് അല്ലാഹു ഇറക്കിയതായ ഖുർആനെയും അതിന്റെ വിശദാംശമാകുന്ന സുന്നത്തിനെയും നാം മാനദണ്ഡമാക്കി നാം എടുക്കേണ്ടതും ആണ്. അപ്പോഴാണ് നമുക്ക് ഇസ്സത്തുള്ള, അഭിമാനമുള്ള, അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ അത് നമുക്ക് സഹായകമാകും. അതിന് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യും. അദീമും ബിഫറായിദിഹി, അല്ലാഹുവിന്റെ മതം അതിന്റെ നിയമാവലികളിലൂടെ, ഫർളുകളിലൂടെ, അതിന്റെ വിധിവിലക്കുകളിലൂടെ എല്ലാം അത് അദീമായ മതമാണ്, മാന്യ മതമാണ്, ഉയർന്ന മതമാണ്, ബഹുമതിയുള്ള മതമാണ്. അൽ ഈമാനു ശൈഉൻ അദീം, ഈമാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു മഹാനേട്ടമാണ്. അതുകൊണ്ടാണല്ലോ സഹാബാക്കൾ യുദ്ധപോർക്കളത്തിലെല്ലാം അവിടെ നിന്ന് പോരാടുന്ന സന്ദർഭത്തിൽ, അവർ കഴുത്തു കൊടുക്കുന്ന സന്ദർഭത്തിൽ, കടന്നു ഒഴിക്കുന്ന സന്ദർഭത്തിൽ, പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖനാ വലാ സല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വതബ്ബിതൽ അഖദാമ ഇദ് ലാഖൈനാ എന്ന് അവര് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്തിട്ടില്ലെങ്കിൽ നാം ഈ സന്മാർഗത്തിലേക്ക് വരികയില്ലായിരുന്നേനെ, നാം നമസ്കരിക്കുകയില്ലായിരുന്നേനെ, നാം സൽക്കർമ്മങ്ങൾ ചെയ്യുകയില്ലായിരുന്നേനെ. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഭാഗ്യം ലഭിച്ചത് ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് അല്ലാഹു നമുക്ക് നൽകിയത് കൊണ്ടാണ്. ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടാൻ സാധിക്കാത്ത ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ ലോകത്തിൽ നാം കാണുന്ന വേളയിൽ പല പല മതസ്ഥർ, പല പല ആശയക്കാർ, പല പല ആദർശക്കാർ, പല പല ചിന്താഗതിക്കാർ, അതിൽ മതം പൊട്ടിയവരുണ്ട്, അതിൽ മതമില്ലാത്തവരുണ്ട്, അതിൽ മതനിഷേധികളുണ്ട്. ഇങ്ങനെയുള്ള പല പല രീതിയിൽ ജനങ്ങൾ ജീവിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഇസ്സത്തിനെയും അഭിമാനത്തെയും ബഹുമതിയെയും ബഹുമാനത്തെയും എല്ലാം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന അവന് ആ അടിമത്തം പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വഅന മിനൽ മുസ്ലിം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഇസ്ലാമാകുന്ന വിശുദ്ധ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടി പ്രവർത്തിക്കാനുള്ളതായ അഭിമാനം, അതിനുള്ള അന്തസ്, അതിനുള്ള തൗഫീഖ് ലഭിക്കുക എന്നത് ഒരു മഹാനേട്ടമാണ്, മഹാ തൗഫീഖാണ് എന്ന് മക്ക ഇമാമ് ഉണർത്തിയതായ തത്വങ്ങളിൽ പറയുകയുണ്ടായി. അതെ, ഫലാ തൈഅസ്, അതുകൊണ്ട് മുസ്ലിമായ മനുഷ്യ നീ ഒരിക്കലും ആശ മുറിയേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. എന്തുകൊണ്ട്? നിന്റെ കൂടെയാണ് റബ്ബ്. അസ്സാലിഹൂന ഫി ഇസ്സ, സത്യവിശ്വാസികൾ അഭിമാനത്തിലാണ്, വഖുവ, ശക്തിയിലാണ്. മൻ അറഫല്ലാഹ താബത് സരീറതുഹു, ആരെങ്കിലും അല്ലാഹുവിനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ജീവിത രീതി നന്നാക്കി എടുക്കാൻ, അവന്റെ റാഹത്തോടു കൂടി ജീവിക്കാൻ, ശാന്തിയോടുകൂടി ജീവിക്കാൻ, സമാധാനത്തോട് ജീവിക്കാൻ അത് അവനെ സഹായിക്കും. സ്വർഗത്തിലേക്ക് ചെല്ലാനുള്ള എളുപ്പരൂപം, എളുപ്പവഴി, പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന രൂപം, അല്ലെങ്കിൽ ഷോർട്ടായ രൂപത്തിൽ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന രൂപം സലാമത്തുൽ ഖൽബി, ഹൃദയം ക്ലിയർ ആവുക എന്നതാണ്. ആരെയും വഞ്ചിക്കാതെ, ആരെയും ദ്രോഹിക്കണമെന്ന ഉദ്ദേശമില്ലാതെ, ആരോടും അസൂയയില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, പരസ്പരം അങ്ങും ഇങ്ങും സ്നേഹിച്ചു നിൽക്കുന്ന നല്ല ക്ലിയറായ ഹൃദയം, കുട്ടികളുടെ ഹൃദയം പോലത്തെ ഹൃദയം, അങ്ങനെ സലീമായ ഹൃദയമായിരിക്കണം. യൗമ ലാ യൻഫഉ മാലുൻ
മാലുൻ വലാ ബനൂൻ. പരലോകമാകുന്ന ആ വിശാലമായ ലോകം, ആ ആദം മുതൽ അന്ത്യം വരെ ഉള്ളവര് അവിടെ ഒരുമിച്ച് കൂടപ്പെടുന്ന ലോകം, അള്ളാഹുവിന്റെ മുഖറബുകളായ മലക്കുകളവരേക്കും അവിടെ സഫൻ സഫായി അണിയായി അള്ളാഹുവിനോടുകൂടി അള്ളാഹു മുമ്പിൽ മലക്കുകളെല്ലാം അണിയായി ബേക്കറായി നടക്കുന്നതായ സന്ദർഭം, എല്ലാവരോടും തർജുമാനില്ലാതെ പരിഭാഷകനില്ലാതെ അള്ളാഹു സംസാരിക്കുന്ന രംഗം. ആ ദിവസത്തിൽ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, നിങ്ങളുടെ സമ്പത്തുകളെ കൊണ്ടോ കുട്ടികളെ കൊണ്ടോ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതല്ല. എത്ര തന്നെ കഴിവുകൽപ്പ് ദുനിയാവിലുള്ള മനുഷ്യനാണെങ്കിലും ആ കഴിവുകൽപ്പ് കൊണ്ട് അവിടെ അവന്റെ പ്രയോജനമില്ല. എന്തല്ലാതെ, ആർക്കല്ലാതെ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതത്വത്തോടു കൂടിയുള്ള സലീമായ യാതൊരു രോഗം പിടിപെടാത്ത രൂപത്തിലുള്ള ഹൃദയം. ഭൗതിക രോഗമല്ല ഈ പറയുന്നത്, മറിച്ച് ഹൃദയത്തിന് പിടിപെടാൻ സാധ്യതയുള്ളതായ മാരകമായ രോഗമുണ്ടല്ലോ, ഉജുബ്, കിബർ, അഹങ്കാരം, അഹംഭാവം പോലത്തതായ യാതൊരു രോഗം പിടിപെടാത്ത ഹൃദയവുമായി ഇവിടെ നിന്ന് മരിക്കുന്ന സന്ദർഭത്തിൽ ആര് മരിച്ചു? അവനാണ് അവിടെ വിജയി, അവനാണ് അവിടെ വിജയം. വലാ യസ്ലമു ഇല്ലാ മൻ തറക ശഹ്വതഹു വഹവാ, അവിടെ രക്ഷപ്പെടുന്ന ആളാരാണ്? ഈ ദുനിയാവിൽ വെച്ചിട്ട് നാൽക്കാലി ജീവിതം ജീവിക്കുന്ന വിഭാഗമായ ശഹ്വത്തിന്റെ അടിമയായി ജീവിക്കുന്ന വിഭാഗമുണ്ടല്ലോ, അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് പരലോകത്തിലേക്ക് എത്തുമ്പോൾ വിജയിക്കാൻ സാധിക്കുന്നതല്ല, സലീമായ ഹൃദയത്തിന്റെ ഉടമയായി മാറാൻ സാധിക്കുന്നതല്ല. അതെ, അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ പരലോകമോക്ഷത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അള്ളാഹ് തന്നതിൽ പ്രീതി അടയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അർറിസ്ഖു മഖ്സൂമുൻ ഫലാ തഹ്തം, നിനക്ക് തരാൻ തീരുമാനിച്ച ഭക്ഷണം അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ നീ കൂടുതൽ പ്രയാസപ്പെട്ടുകൊണ്ട്, നീ തലവേദനിപ്പിച്ചുകൊണ്ട്, നീ നിന്റെ ടൈമും ഉറക്കും ഊണും ഒഴിച്ചുകൊണ്ട് നിന്റെ ജീവിതം അതിനു വേണ്ടി നീ മാറ്റി വെക്കേണ്ടതില്ല. എന്തുകൊണ്ട്? നിന്നെ സൃഷ്ടിക്കപ്പെട്ടതിന് വേണ്ടിയല്ല, നിന്നെ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടി നീ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തിൽ നിന്നിട്ട് നിനക്ക് അവന്റെ ഫദ്ലിലൂടെ അവൻ റിസ്ഖ് തരാൻ തീരുമാനിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച റിസ്ഖ് നീ തിന്നാതെ, തീരുമാനിച്ച ആയുസ് നിന്നിലൂടെ കഴിഞ്ഞു പോകാതെ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതല്ല എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നിർവചനം നാം പഠിക്കേണ്ടതാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, പ്രവാചക പ്രഭുവിന്റെ പ്രവചനം, ലൻ തമൂത നഫ്സുൻ ഹത്താ യസ്തൗഫി റിസ്ഖഹാ വ അജലഹാ, ഒരു മനുഷ്യനും ഇവിടെ മരിക്കുന്നതല്ല, ഒരു നഫ്സും ഇവിടെ മരിക്കുന്നതല്ല ഏതുവരെ? അവൻ അല്ലാഹു തീരുമാനിച്ച ഭക്ഷണം തിന്നുന്നത് വരെ, പരിപൂർണമായി കഴിക്കുന്നത് വരെ. എന്ന് മാത്രമല്ല വ അജലഹാ, അവൻ എത്ര കാലം ഇവിടെ ജീവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ച അത്ര ഇവിടെ ജീവിക്കുന്നത് വരെയും അവന് ഇവിടുന്ന് മുമ്പ് മരിക്കാൻ പറ്റുന്നതല്ല, മരിക്കാൻ തീരുമാനിച്ച ടൈമിനേക്കാൾ പിന്തിപ്പോകുന്നതും അല്ല. അതെ, അതുകൊണ്ട് തഹിർ ഖൽബക മിനൽ കുർഹി, ഒരു റിയ, നിന്റെ ഹൃദയത്തെ നീ ലോകമാന്യത്തെ തൊട്ടും അതുപോലെ തന്നെ അങ്ങുമിങ്ങും വെറുപ്പും അറുപ്പുമായി ഉള്ള ആളായി ജീവിക്കുന്ന ആ ജീവിതത്തെ തൊട്ടും, നരകീയ ജീവിതമാണത്, അങ്ങനെയുള്ള ജീവിതത്തെ തൊട്ടും നീ എന്ത് ചെയ്യുക? നീ ശുദ്ധീകരിക്കാൻ വേണ്ടി പാടുപെടുക. ആ കറാഹിയത്ത് അങ്ങുമിങ്ങും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു മാനസിക രോഗിയെ പോലെയായി മാറും. എപ്പോഴും അവനെന്ത് കാട്ടി, അവളെന്ത് കാട്ടി, അവനെന്ത് പറഞ്ഞു, അവളെന്ത് പറഞ്ഞു. അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അത് എനിക്ക് വല്ല ദോഷമുള്ള കാര്യമായിരിക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വല്ല ദോഷമുള്ള കാര്യമായിരിക്കുമോ? അങ്ങനെ അവന്റെ ജീവിതം മുഴുവനും എന്തായിരിക്കും? അവൻ ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത, ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ട ആവശ്യമില്ലാത്ത, ഒരു സത്യവിശ്വാസി ടൈം കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ടൈം കൊടുത്തുകൊണ്ട് അവന്റെ ടൈം വേസ്റ്റ് ആക്കും, അവന്റെ ആയുസ് വേസ്റ്റ് ആക്കും, അവന്റെ ആരോഗ്യം വേസ്റ്റ് ആക്കും. അതൊക്കെ കറാഹിയത്ത് കൊണ്ടുവരുന്നതായ ഭാഗമാണ്. അതുപോലെ തന്നെ ഷൈആനിലായദൂമാനി, രണ്ട് കാര്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതല്ല. അതെന്തൊക്കെയാണ്? അശ്ശബാബു, യുവത്വം, വൽ ഖുവ്വത്തു, ശക്തി. ശബാബ്, യുവത്വം, വൽ ഖുവ്വത്തു, ശക്തി. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഖുവ്വത്ത്, നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആനിൽ പല ശൈലിയിൽ സംസാരിച്ച കൂട്ടത്തിൽ അല്ലാഹു പറയുന്ന ഭാഗമാണ് നമുക്ക് ഹത്താ ഇദാ ബലഗ 40 സന, അങ്ങനെ ആ 40ാമത്തെ വയസ്സിലേക്ക് എത്തിയ, അഥവാ ശക്തി പരിപൂർണതയിലേക്ക് എത്തുന്ന സന്ദർഭമാണ്. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുള്ള റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദ വഅസ്ലിഹ് ലി ഫീ ദുരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ എന്ന് മനുഷ്യന് പറയേണ്ട രംഗം, പറഞ്ഞു പോകുന്ന രംഗം. അത് എപ്പോഴാണ്? ശക്തി പരിപൂർണമാകുന്ന 40ാം വയസ്സ്. കഹല് 10, 15, 20, 25 ഒക്കെ ആവുമ്പോൾ യുവത്വം എന്ന് പറയും. പിന്നെ അവിടെ മുതൽ 40 വരെ കഹൽ എന്ന് പറയും. അഥവാ യുവത്വത്തിന്റെ പരിപൂർണത 40ലേക്ക് ആവുമ്പോൾ, 40 പരിപൂർണമായി കഴിഞ്ഞാൽ പിന്നെ ബേക്കോട്ടടിക്കലാണ്. അപ്പോൾ ശബാബ് ഇവിടെ, യുവത്വം ഇവിടെ എപ്പോഴും ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ളതായ ആരോഗ്യം, ശക്തി, അതും എപ്പോഴും ഉണ്ടാകുന്നതല്ല.
അത് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് ക്ഷയിച്ചുകൊണ്ടേ പോകുന്നതാണ്. രണ്ട് സാധനം മനുഷ്യനെ ഉയർത്തുന്നതാണ്. എന്തൊക്കെയാണ്? അത്തവാദു, താഴ്മ, വിനയം, ജനങ്ങളോട് വിനയത്തോടു കൂടി പെരുമാറുക. ഒരാള് സ്വയം ഉയർന്നു കഴിഞ്ഞാൽ കിബറും അഹംഭാവം ഉണ്ടായി അവന് സ്വയം ഉയരണമെന്ന് തോന്നിയാൽ, മൻ റഫ, ആരെങ്കിലും ഉയരാൻ ഉദ്ദേശിച്ചാൽ അവൻ അല്ലാഹു താഴ്ത്തിക്കളയും. ഒരാൾ സ്വയം വിനയത്തോടു കൂടി ജീവിക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹു അവനെ ഉയർത്തുകയും ചെയ്യും. അപ്പോൾ രണ്ട് സാധനം നമ്മെ ഉയർത്തുന്ന സാധനമാണ്. ഒന്ന് അത്തവാദു, താഴ്മ, വിനയം. രണ്ടാമത്തത് ഖളാഉൽ ഹവായിജ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളായി മാറുന്നതും ജനങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങുന്നതും നമ്മുടെ ഗ്രേഡ് ഉയരുന്നതും നമ്മെ അല്ലാഹു സ്നേഹിക്കുന്നതുമാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം മനുഷ്യന്റെ ഗ്രേഡ് ഉയരാനുള്ളതായ ഭാഗമാണ്. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. അല്ലാഹു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. എപ്പോൾ? ആ അടിമ അവന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നബിയുടെ പ്രവചനം നമുക്ക് കാണാം. അതെ, അതുപോലെ തന്നെ രണ്ട് സാധനം നമുക്ക് നമ്മുടെ കൂടെ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് ഫലപ്രദമായി കൊണ്ടേയിരിക്കും. അതിൽ നമുക്ക് ആസ്വാദനം ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ്? അസ്സദഖ, അല്ലാഹുവിന്റെ വഴിയിൽ ധർമ്മം ചെയ്യുക. അള്ളാഹുവിന്റെ വഴിയിൽ ധർമ്മം ചെയ്യുക. അവശർക്ക് വേണ്ടി, കഴിവില്ലാത്തവർക്ക് വേണ്ടി, ഫഖീർ മിസ്കിന്മാർ അന്വേഷിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അത് നമുക്ക് ഇഹത്തിലും പരത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതായ നന്മയാണ്. അതുപോലെ തന്നെ വസിലത്തുർ റഹം, ചാർച്ചബന്ധം ചേർത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അള്ളാഹു നമ്മെ അടുപ്പിക്കും, അള്ളാഹു നമ്മെ സ്നേഹിക്കും, അള്ളാഹു നമ്മുടെ ഗ്രേഡ് ഉയർത്തും, അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. ഇത് നമുക്ക് ഏത് സമയത്തും ഫലം ലഭിക്കുന്നതായ രണ്ട് സാധനമാണ്. അൽ ഖിലാഫു യുംബിതുൽ അദാവ, എപ്പോഴും നാം ഭിന്നിപ്പില്ലാതെ ജീവിക്കണം. നാം പരസ്പരം അങ്ങുമിങ്ങും ഭിന്നിക്കുമ്പോൾ, നാം പരസ്പരം അങ്ങുമിങ്ങും വക്കാണം ഉണ്ടാക്കുമ്പോൾ ശത്രുത വളർത്തലാണ് ഇതിലൂടെ വരിക. ശത്രുത ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിലൂടെ നമ്മുടെ ഒരു പക്ഷേ ചെറിയ കുടുംബം അത് ഭിന്നിച്ച് അവസാനം അത് വ്യാപകമായി, വലിയ കുടുംബം ഭിന്നിച്ച് അവസാനം നാട്ടുകാർ ഭിന്നിച്ച് അവസാനം ഭിന്നിപ്പ്. അതുകൊണ്ട് നമുക്ക് പരാജയമല്ലാതെ വിജയമില്ല. അതുകൊണ്ട് ഐക്യം ആണ് മുസ്ലിങ്ങളുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. അതുപോലെ തന്നെ വഹുസ്നുൽ ഖുലുഖി യൂജിബുൽ മഹബ്ബ, നാം സൽസ്വഭാവികളാണെങ്കിൽ നമുക്ക് ജനങ്ങളുടെ സ്നേഹം നേടിയെടുക്കാൻ അതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നാം സൽസ്വഭാവിയായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ അവൻ അതിലൂടെ രാത്രി നിന്ന് നമസ്കരിച്ച, പകൽ മുഴുവൻ നോമ്പ് പിടിച്ച മനുഷ്യന്റെ പ്രതിഫലം സൽസ്വഭാവക്കാരൻ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതായ ഹദീസും ഇവിടെ സ്മരണീയമാണ്. ഇദാ കുന്ത ബഈദൻ അൻ മുതാബഅത്തി താഫിഹീൻ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. താഫിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസാദ് വ്യാപകമാക്കുന്ന, അശ്ലീലങ്ങളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും വ്യാപകമാക്കുന്ന യുവാക്കളാവട്ടെ യുവതികളാവട്ടെ, അങ്ങനെയുള്ള ചുറ്റുപാട്, അങ്ങനെയുള്ള അന്തരീക്ഷം നമ്മളുടെ മുമ്പിൽ വിട്ടുകടക്കുമ്പോൾ അതിൽ നിന്നിട്ട് വെടിഞ്ഞുകൊണ്ട് ശുദ്ധരായി അഭിമാനത്തോടുകൂടി അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടണം. എത്ര കണ്ട് അങ്ങനെ പാടുപെടുന്നു അത്ര കണ്ട് നിനക്ക്, അഥവാ എത്ര കണ്ട് ഈ മനുഷ്യന്മാരുടെ കുറവുകൾ അന്വേഷിക്കുന്നത് ഒഴിവാക്കി അവരുടെ ഔറാത്തുകൾ നിന്നിട്ട് വിട്ടുനിന്ന് അങ്ങനെ ദൂരപ്പെട്ടു നിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാതെ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ നിന്റെ നാവിനെ, നിന്റെ ഹൃദയത്തെ നീ സംരക്ഷിച്ചു, അത്ര കണ്ട് നിനക്ക് ഇത്മിനാൻ ലഭിക്കുന്നു, ശാന്തി ലഭിക്കുന്നു, നിനക്ക് സമാധാനം ലഭിക്കുന്നു. എന്ന് മാത്രമല്ല അള്ളാഹു പറയുന്ന ശരി കേൾക്കുക. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ കൈകടത്തുകയും അതിനെ വില വെക്കാതെ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിൽ ഇന്നൊക്കെ നാം വാട്സാപ്പിലൂടെയും മറ്റു പല മാധ്യമങ്ങളിൽ കൂടിയെല്ലാം കേൾക്കും പോലെ പലരും മതം പൊട്ടിയവരെന്ന പേരിലോ, നിരീശ്വരവാദികൾ എന്ന പേരിലോ, നിർബന്ധവാദികൾ എന്ന പേരിലോ, അല്ലെങ്കിൽ ഹദീസ് നിഷേധികൾ എന്ന പേരിലോ, അല്ലെങ്കിൽ ഖുർആൻ നിഷേധികൾ എന്ന പേരിലോ, പല പേരിലും ദീനിനെ, മതത്തിന്റെ ചിഹ്നങ്ങളെ കുറ്റം പറയുന്നവരുടെ സദസ്സുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യാപകമാണ്. സദസ്സ് തന്നെ ആയിക്കോളണമെന്നില്ല, അങ്ങനെയുള്ള ഗ്രൂപ്പും അതിൽ കടക്കും. ഇപ്പോൾ അത് ഗ്രൂപ്പാണല്ലോ. അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അവരിൽ നിന്നിട്ട് നീ പിന്തിരിഞ്ഞു കളയുക
ഏതുവരെ ഹത്താ യഖൂദു ഫി ഹദീസിൻ ഗൈരിഹി, അവര് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കി നല്ല കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന കാലഘട്ടം വരെ അവരോട് കൂടി ഇരിക്കരുത്. അഥവാ പിശാച് നിന്നെ മറപ്പിച്ച് അങ്ങനെ നീ അങ്ങനെയുള്ള അപകടത്തിൽപ്പെട്ടു, അങ്ങനെയുള്ള ഗ്രൂപ്പിൽപ്പെട്ടു, അങ്ങനെയുള്ള ചർച്ചയിൽപ്പെട്ടു, അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കേണ്ട ഗതികേട് നിനക്കുണ്ടായി, പെട്ടെന്ന് നിനക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഓർമ്മ വന്ന ശേഷം ആ അക്രമികളുടെ കൂടെ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന, അള്ളാഹുന്റെ ഖുർആനിനെ പരിഹസിക്കുന്ന, അള്ളാന്റെ മതത്തെ പരിഹസിക്കുന്ന അങ്ങനെയുള്ള വിഭാഗത്തിന്റെ കൂടെ, അല്ലെങ്കിൽ അശ്ലീലം കാണുന്ന, അശ്ലീലം കേൾക്കുന്ന, മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും കേൾക്കുന്ന, വിനോദാഭാസങ്ങളിൽ ഒഴുകുന്ന അത്തരം ചുറ്റുപാട് അന്തരീക്ഷത്തെ ഹറാമ് ഏത് രൂപത്തിലുള്ള ഹറാമായിരുന്നാലും വിരോധമില്ല, വിനോദങ്ങൾ ഏത് രൂപത്തിലുള്ള വിനോദങ്ങളായിരുന്നാലും വിരോധമില്ല. അത്തരം കാര്യങ്ങളെ വിട്ടുനിൽക്കാൻ വേണ്ടി നാം മുസ്ലിമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നാം ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ മതത്തിൽ മെമ്പർഷിപ്പ് നേടിയ വ്യക്തിയെ അള്ളാഹ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഖുതുബയുടെ തുടക്കം മുതലേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ എന്ത് വേണം? നമ്മെ, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ട എല്ലാ റൂട്ടുകളും, എല്ലാ ശൈലികളും, എല്ലാ മാർഗങ്ങളും നാം കണ്ടെത്തണം. നിന്നെ ആക്ഷേപിക്കുന്ന ആളെ അവർക്ക് മറുപടി പറയണം, എന്നിട്ട് ഞാൻ വിജയിക്കണം എന്ന രൂപത്തിൽ നീ ചിന്തിക്കരുത്. അതെ, അങ്ങനെ പലരുമുണ്ട്. നാം ഇപ്പോൾ വാട്സാപ്പിൽ കാണാം, വല്ലരും വല്ല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമ്പോൾ, കൈയാളുമ്പോൾ ഒരു പക്ഷെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് മറ്റാള് ആക്ഷേപിച്ച് കാണാം. അപ്പോൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ വേണ്ടി ഇയാളും ഒരുങ്ങും. അപ്പോൾ എന്താണ് സംഭവിക്കുക? നിന്റെ വസ്ത്രം നിന്റെ ശരീരത്തിന്റെ അകത്തുള്ളതായ എല്ലാം അത് പ്രകടമാക്കി കാട്ടും. നിന്റെ വസ്ത്രം അത് നിന്റെ ശരീരത്തോട് തൊട്ടുകിടക്കുന്ന രൂപത്തിലുള്ളതായ ഫിറ്റായ വസ്ത്രമാണെങ്കിൽ പ്രത്യേകിച്ച് ശരീരത്തിന്റെ ഉയൂബുകൾ, ശരീരത്തിന്റെ കുറവുകൾ പ്രകടമാക്കുന്നത് വസ്ത്രങ്ങളിലൂടെയാണ് എന്നതുപോലെ നിന്റെ കുറവുകളെ കുറിച്ച് നീ മറുപടി പറയാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നീ ഒരുങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ഇല്ലാത്ത കുറവിനെ പുറത്താക്കി അവസാനം നീ അവഹേളപ്പെടലും നിന്നെ അവഹേളിക്കപ്പെടലും നിനക്ക് ആ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ വന്നു പോകലുമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അതിന് തുനിയരുത്. പറയുന്നവർ പറയട്ടെ. നീ നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ഇസ്ലാമാകുന്ന വിശുദ്ധ മതത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും വല്ലരും അതിനെ കുറ്റം പറയുകയാണെങ്കിൽ, അതിനെ താഴ്ത്തി പറയുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് തെളിവ് സഹിതം പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചിട്ട് മറുപടി പറയാൻ വേണ്ടി പരിശ്രമിക്കുകയല്ലാതെ വ്യക്തിപരമായിട്ട് നീ നേടാനും സമ്പാദിക്കാനും നീ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നത് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതെ സഹോദരന്മാരെ, സഹോദരികളെ, ബുദ്ധിജീവി അവൻ ആരാണ്? യഥാർത്ഥ ബുദ്ധിജീവി അവന്റെ ഖബറിലേക്ക് കടക്കുന്നതിന് മുമ്പ് കെട്ടിപ്പടുത്തിയ ആളാണ്. അവന്റെ ഖബറിലേക്ക് കടക്കുന്നതിന് മുമ്പ് കെട്ടിപ്പടുത്തിയ ആളാണ്. അതെ, ഖബറിലേക്ക് കടക്കുന്നതിന് മുമ്പ് കെട്ടിപ്പടുത്തൽ എങ്ങനെയാണ്? ആ ഖബറിൽ ശിക്ഷയില്ലാത്ത, ആ ഖബറിൽ പോകുന്ന സന്ദർഭത്തിൽ അവന് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർജീവനം നൽകുന്നത് വരെ ഞാൻ നിന്റെ കൂട്ടുകാരനാണെന്ന് വന്ന് പറയുന്നതായ അമലുസ്സാലിഹ് ജീവിതത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന വിഭാഗം അള്ളാഹു നാം എല്ലാവരും ആ ഇനത്തിൽ പെടുത്തട്ടെ. സാലിഹായ അമലുകൾ നാം ഈ ദുനിയാവിൽ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ സാലിഹായ അമല് എന്ത് ചെയ്യും? നമ്മളോടുകൂടി നമ്മുടെ കൂട്ടുകാരായിട്ട് ഖബറിൽ ഉണ്ടാകുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും ഞാനിപ്പോൾ സംസാരിക്കുന്ന നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്നവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാം. അള്ളാഹു പറയുന്നു, ഫഅമ്മാ മൻ ആതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ യുസ്റാ. ആരെങ്കിലും ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങൾക്ക് ധർമ്മം ചെയ്തുകൊണ്ടും കൊടുക്കേണ്ടവർ കൊടുത്തുകൊണ്ടും ആവശ്യങ്ങൾ നിറവേറ്റിയും കൊണ്ടും ആവശ്യങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതുപോലെയുള്ള എല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി, വത്തഖ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി, വസദ്ദഖ ബിൽ ഹുസ്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പട്ടാങ്ങാത്തി അതനുസരിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തൈൻ അശ്ശഹാദ, ഷഹാദത്തിന്റെ രണ്ട് കലിമ ഒരു മുസ്ലിമിനോട്, ഒരു മുസ്ലിമിൽ നിന്ന് അല്ലെങ്കിൽ അത് പറഞ്ഞ വ്യക്തിയിൽ നിന്നിട്ട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇലാഹായ റബ്ബ്, ആ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു അല്ലാതെ ആരാധ്യനായ വ്യക്തി ശക്തി യഥാർത്ഥത്തിൽ ഇല്ലേ ഇല്ല എന്ന ആ തത്വം ഉൾക്കൊള്ളുമ്പോൾ ആരാധന മുഴുവനും അവന് മാത്രമേ പാടുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ടതായ ഇബാദത്തുകൾ
ആരാധനകളുടെ ഏതെല്ലാം ഇനങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന് മാത്രമല്ലാതെ സമർപ്പിക്കാൻ പാടില്ല. അപ്പോൾ അറവ് അള്ളാഹുവിനല്ലാതെ ഇല്ല, നേർച്ച അള്ളാഹുവിനല്ലാതെ ഇല്ല, പ്രാർത്ഥന അള്ളാഹിനോടല്ലാതെ ഇല്ല. അതെല്ലാം നാം പഠിക്കുന്നതായ സാധാരണ കേൾക്കുന്നതായ യാഥാർത്ഥ്യമാണ്. അതുപോലെ നാം അള്ളാഹുവിന് സമർപ്പിക്കുന്ന എല്ലാ ആരാധനകളും അത് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന് സമർപ്പിക്കുക എന്നതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് കൊണ്ടുള്ള ലക്ഷ്യം. അതാണ് വസദ്ദഖ ബിൽ ഹുസ്ന. അതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ആ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനെ നാം വഴിപ്പെടേണ്ട, അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കേണ്ട രീതി അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വഴിപ്പെടൽ കൊണ്ടും അവരുടെ മേഖലയാണ് നടക്കൽ കൊണ്ടും അവരോടുള്ള ഇത്തിബാ കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ. ആ വഴിയിൽ കൂടിയല്ലാതെ മുഹമ്മദ് നബിയിൽ കൂടിയല്ലാതെ അള്ളാഹുവിലേക്ക് എത്താൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കുകയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ യുസ്റാ. അങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിത രീതി ദുനിയാവിലും പരലോകത്തിലും എളുപ്പത്തിൽ എളുപ്പം എല്ലാം എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ഒരാള് ലുബ്ധനായി, അവൻ കൊടുക്കേണ്ടവർ കൊടുത്തില്ല, അവൻ ലുബ്ധനായി ജീവിച്ചു, എന്നിട്ട് അവൻ അതിലൂടെ എനിക്ക് സമ്പത്തുള്ള ആളായി മാറാം, എന്റെ സമ്പത്തിനെ എത്ര കണ്ട് സൂക്ഷിച്ചു അത്ര കണ്ട് എനിക്ക് സമ്പത്തുള്ള ആയി മാറാം, എനിക്ക് എന്റെ സമ്പത്ത് വളരുകയും ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കി. എന്ന് മാത്രമല്ല അള്ളാഹു ഇറക്കിയതായ, അള്ളാഹു പഠിപ്പിച്ചതായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്നവരുടെ കലിമയായി പ്രഖ്യാപിക്കപ്പെട്ട അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ നിഷേധിച്ചു. അത് നിഷേധിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ഉയരേണ്ടതായ ഇബാദത്തുകൾ, ആരാധനകൾ, പ്രാർത്ഥനകൾ അതെല്ലാം ഔലിയാക്കന്മാർക്കോ സാലിഹ്യങ്ങളോ ഷിട്ടികൾക്കോ ജിന്നുകൾക്കോ വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ ബിംബങ്ങൾക്കോ അങ്ങനെ പല നിലക്കായി മാറുകയും ചെയ്തു. ആ അള്ളാഹു ഇറക്കിയതായ കലിമത്ത് കൊണ്ട് കളവാക്കുകയും ചെയ്തു. അവനെ നാം പ്രയാസത്തിൽ നിട്ട് പ്രയാസത്തിലേക്ക് നയിക്കുന്നതാണ്. ഇവിടെയും പ്രയാസം, എവിടെയും പ്രയാസം, പരലോകത്തിൽ മരണ സന്ദർഭത്തിൽ പ്രയാസം, ഖബറിൽ പ്രയാസം, പരലോകത്തിൽ പ്രയാസം, ജീവിതം ആ സകല അവന് പ്രയാസമായി മാറുന്നതാണ് എന്നർത്ഥം. ഈ രൂപത്തിൽ ഉള്ളതായ ജീവിതം നയിക്കേണ്ടതായ ഗതികേട് വന്നു പോകുന്നതാണ്. തൗഹീദ് ഏകദൈവ വിശ്വാസം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെന്ന നിർബന്ധം പുലർത്താത്തവർക്ക് നമ്മുടെ ടൈം അവസാനിക്കാൻ പോവുകയാണ്. ഏതായാലും മസ്ജിദ് നബവിയിൽ ഇന്ന് ഡോക്ടർ അബ്ദുള്ള ഐജാൻ സംസാരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ നാട്ടിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷമമുള്ള നാട്ടിൽ, റസൂലുള്ളാഹി ദഅവത്ത് നടത്തിയ നാട്ടിൽ, റസൂലുള്ളാഹിന്റെ പള്ളി ഉൾക്കൊള്ളുന്ന നാട്ടിൽ, റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ മീതെ നിന്നുകൊണ്ട് പ്രസംഗിച്ചതായ, റസൂലുള്ളാഹിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ള മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഡോക്ടർ അബ്ദുള്ള ഐജാൻ ഇന്ന് പ്രസംഗിച്ച പ്രസംഗം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച്, അവരുടെ വരവേൽപ്പിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തെരഞ്ഞെടുത്ത ശരിയെ കുറിച്ച്, അവരുടെ ജീവിത രീതി, അത് 23 കൊല്ലത്തിലൂടെയുള്ളതായ ജീവിത രീതി, അവരുടെ മരണം വരേക്കുള്ളതായ ആ ഭാഗങ്ങളെ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി 2 ഖുതുബയിലൂടെ. വല്ലാഹു യഅലമു ഹൈതു യജ്അലു റിസാലത, ആരെയാണ് മുർസലാക്കേണ്ടതെന്ന് അല്ലാഹുക്കറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ നാട്ടിൽ ദൂതരായി നിർണയിച്ചു. എന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിർണയിച്ച സന്ദർഭത്തിൽ മുമ്പ് വന്നതായ നബിമാരുടെ എല്ലാം നേതാവാക്കിയിട്ടും അവസാനത്തെ ദൂതരാക്കിയിട്ടുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അയച്ചത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് അല്ലാഹു കൊടുത്തതായ ഗ്രന്ഥം അത് മറ്റു ഏത് നബിമാർക്ക് കൊടുക്കാത്ത രൂപത്തിലുള്ള അത്ഭുതത്തിൽ അത്ഭുതം, ഖിയാമത്ത് നാൾ വരെ ലോകത്തിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നതായ അത്ഭുത ഗ്രന്ഥമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തത്. അതിലൂടെയാണ് അവരുടെ ബിഅസത്ത് ആരംഭിക്കുകയും ചെയ്തത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസമാകുന്ന റമളാനിലൂടെ, ലൈലത്തുൽ ഖദ്റിലൂടെ, ആ ഇഖ്റ ബിസ്മി റയ്യദിലൂടെ ആ മദത്തിന്റെ വഹി ഇറങ്ങാൻ ആരംഭിച്ചു, അതിന്റെ റിസാലത്തുകൾ ഇറങ്ങാൻ ആരംഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുതൽ ദഅവത്തും ആരംഭിക്കുകയും ചെയ്തു. ആ ദഅവത്ത് അവിടെ ഈ 13 കൊല്ലം മക്കയിൽ നടത്തിയതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ധാരാളം പ്രയാസം നേരിടേണ്ടി വന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് 40ാമത്തെ വയസ്സ് പൂർത്തിയായപ്പോഴാണ് റിസാലത്ത് റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. അതെ, 63 വർഷത്തോളം ജീവിച്ചതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40ാം വയസ്സ് മുതൽ 63 വരെ 23 കൊല്ലം നാം ഇതുവരെ പലപ്പോഴും കേട്ടതുപോലെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിസാലത്ത് ജീവിതം വളരെ പ്രയാസമുള്ള ജീവിതം,
വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതം ജീവിക്കുകയുണ്ടായി. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായിരുന്നു. യതീമായ കുട്ടിയായിട്ട് ഒരു യതീമാകുമ്പോൾ ഉണ്ടാകുന്നതായ പ്രയാസങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുഭവിക്കേണ്ടി വരികയുണ്ടായി. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ പള്ളയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് വാപ്പ മരണപ്പെടുന്നത്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ വയസ്സ് 6 ആയപ്പോൾ ഉമ്മയും ലിഹലോകത്ത് വാസമിടുകയും ചെയ്തു. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിരിയാപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ കീഴിൽ വളരുന്നതായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അമ്മായ ഇളയപ്പയോ മൂത്തയപ്പയോ ആയ അബൂ താലിബ് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെയും വാപ്പയുടെയും മക്കളിൽ ഏക വ്യക്തിയായിരുന്നു. ജ്യേഷ്ഠനില്ല, അനുജനില്ല, പെങ്ങന്മാരില്ല. ആ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരേണ്ടി വന്നത്. അങ്ങനെയെല്ലാം ആയതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ ഫിത്രത്തിന്റെ പ്രകൃതിമതമായ ആ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടുന്ന വ്യക്തിക്ക് അള്ളാഹു നൽകുമെന്ന് റസൂലുള്ളാഹി പിൻകാലത്തിൽ നമുക്ക് പഠിപ്പിച്ച ആ ഫിത്രത്തിന്റെ നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല രീതി മക്കക്കാരുടെ ഇടയിൽ അറിയപ്പെട്ട പ്രശസ്തനായ വ്യക്തിയായിട്ടായിരുന്നു അവിടെ വളർന്നത്. അത് കാരണത്താൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അമീൻ എന്ന് ആ മക്കക്കാർ വിളിക്കുകയും ചെയ്തു. അങ്ങനെ അമീനായി വളർന്നതായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏറ്റവും കുലീനയായി അറിയപ്പെട്ടതായ കച്ചവടക്കാരിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ അവരെ ഉപയോഗപ്പെടുത്തി. എന്തിനു വേണ്ടി? ബിസിനസിന് വേണ്ടി. അതിൽ വിജയിക്കുന്നത് കണ്ടപ്പോൾ അവസാനം ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഭർത്താവായി സ്വീകരിക്കാൻ തീരുമാനിച്ചു. 25 വയസ്സായിരുന്നു. ചരിത്രകാരന്മാർ പറയും പോലെ റസൂലുള്ളാഹിയുടെ ആ സന്ദർഭത്തിലെങ്കിലും ഖദീജയുടെ ആ സന്ദർഭത്തിലുള്ളതായ വയസ്സ് 40 ആയിരുന്നു എന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അങ്ങേയറ്റം സഹായിയായിട്ടായി മാറുകയും ചെയ്തു മഹദിയായ ആ ഖദീജ റളിയല്ലാഹു തആല അൻഹയും. അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ സമീപനവും അവരുടെ സമ്പത്തും അവരുടെ നേട്ടവും അവരുടെ കച്ചവടവും അവരുടെ ബിസിനസ്സും അവരുടെ ജീവിതമാസകലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നുബുവത്ത് കിട്ടിയ ശേഷം സഹായകമായി മാറുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയതായ എല്ലാ മക്കളും അത് ആ മഹദിയായ ഖദീജയിൽ നിന്നിട്ടായിരുന്നു. ആരൊഴിച്ച്? ഇബ്രാഹിം എന്ന കുട്ടി ഒഴിച്ച്. അങ്ങനെ 40-ാമത്തെ വയസ്സ് ആയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ കഷ്ടതകൾ, എത്രയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായ ഒരു റൂട്ടാകുന്ന, ഒരു മഹാപ്രയാസമാകുന്ന റൂട്ടാകുന്ന റിസാലത്ത് അള്ളാഹു ഇറക്കി കൊടുത്തപ്പോൾ അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അമീൻ ആണെന്ന് വിളിച്ചിരുന്നതായ, വിശ്വസ്തനാണെന്ന് വിളിച്ചിരുന്നതായ ആ മക്കക്കാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശത്രുക്കളായി മാറി. ബഹുഭൂരിപക്ഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബേക്കിൽ അണിനിരന്നവരും സ്വീകരിച്ചവരും വളരെ വളരെ തുച്ഛമായിരുന്നു ആപേക്ഷികമായിട്ട്. എന്ന് മാത്രമല്ല വളരെ തുച്ഛമായ ആ വിഭാഗവും യുവാക്കളായിരുന്നു. വയസ്സും പ്രായമുള്ളവർ വളരെ വളരെ ചുരുക്കമായിരുന്നു റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരന്നതായ വിഭാഗം. അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജീവിതം. അങ്ങനെ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം കഴിഞ്ഞതിന് ശേഷം വന്നു. അങ്ങനെ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള ജീവിതം, റിസാലത്തിന്റെ ജീവിതം പരിപൂർണമാക്കാനുള്ളതായ എല്ലാ ചുറ്റുപാട് കളമൊരുക്കി മഹാത്മാക്കളായ അൻസാറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് പിന്നെ ഈ ദഅവത്ത് പരിപൂർണമാകുന്നത്. ആ ദഅവത്ത് പരിപൂർണമാകുന്ന രീതി പിന്നെ മരണം വരെ ഇന്ന് മദീന ഇമാം ഷോർട്ടാക്കി ചർച്ച ചെയ്തു. നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. നാം ഇതുവരെ കേട്ടതിൽ നിന്നിട്ട് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അതിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് മക്ക ഖതീബ് വിശേഷിപ്പിച്ചതായ ആ പരലോക മോക്ഷത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന വ്യക്തികളായി മാറാനും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിസാലത്ത് ജീവിതം പലപ്പോഴും നാം പഠിച്ചവരും കേട്ടവരും നാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നവരുമാണ്. ആ റിസാലത്ത് ജീവിതത്തിലൂടെ പഠിക്കേണ്ടതായ പഠനാർഹമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, സന്താനങ്ങളുടെ ജീവിതത്തിൽ, പ്രബോധകന്മാരുടെ ജീവിതത്തിൽ, പ്രവർത്തകന്മാരുടെ ജീവിതത്തിൽ, എഴുത്തുകാരുടെ ജീവിതത്തിൽ, മുസ്ലിങ്ങളായി ജീവിക്കുന്ന എല്ലാ അവരുടെ മേഖലകളിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിസാലത്ത് ജീവിതം, ദഅവത്ത് ജീവിതം നടപ്പാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. ഇന്ന് ലോകത്തിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പല പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ഈ കൊറോണ യുഗത്തിലായതുകൊണ്ട് അവരുടെ നമസ്കാരം നിസ്കരിക്കാൻ സാധിക്കാതിരിക്കുക, ജുമാ നിസ്കരിക്കാതിരിക്കാൻ സാധിക്കുക, ദഅവത്ത് നടത്താതിരിക്കാൻ സാധിക്കുക, പ്രബോധനം ചെയ്യാതിരിക്കാൻ സാധിക്കുക, പല പല തടസ്സങ്ങൾ ഇപ്പോൾ നിലവിൽ തന്നെയുണ്ട്. അത് ഒരു അറ്റത്തേക്ക് എത്തിയിട്ടില്ല. ആ രൂപത്തിൽ ജീവിച്ച് നീണ്ടുപോവുകയാണെങ്കിൽ പ്രയാസത്തിൽ പ്രയാസമായി മാറും ഈ ലോകത്തിന്റെ നിലപാട് എന്നതാണെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് ഇവിടെ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും ചോദിക്കാനില്ല എന്നത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ മനുഷ്യന്മാർ വരെ പറയാൻ തുടങ്ങി. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു
പ്രാർത്ഥിച്ച് അള്ളാനെ തരം താഴ്ത്തി അള്ളാനെ കൂട്ടാക്കാത്ത വിഭാഗം വരെ ഇപ്പോൾ ദീനിലേക്ക് മടങ്ങാൻ അല്ലെങ്കിൽ തൗഹീദിലേക്ക് മടങ്ങാൻ ഒരുപക്ഷെ തൽക്കാലമായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കുമായി മടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നാലും പലരും ഇപ്പോൾ അമുസ്ലിങ്ങൾ വരെ ഇതര മതസ്ഥര് വരേക്കും അള്ളാഹുലേക്ക് മടങ്ങാൻ, ഈ മതത്തെ കുറിച്ച് പഠിക്കാൻ, ഈ ദീനിനെ കുറിച്ച് പഠിക്കാൻ, ഈ ഖുർആനെ കുറിച്ച് പഠിക്കാനൊക്കെ രംഗത്തിറങ്ങാൻ കാരണമായി തീർന്നു. നമുക്ക് അറിയാവുന്നതുപോലെ ഈ അള്ളാഹുവിന്റെ പരീക്ഷണം, ഈ പരീക്ഷണത്തെ അള്ളാഹു കൂടുതൽ കൂടുതൽ നമ്മളിൽ നിർത്താതെ പെട്ടെന്ന് നമ്മളോട് വിടവാകുന്ന രൂപത്തിലാക്കി മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സമാപിക്കാം. ഇതുവരെ പറഞ്ഞതിനെ അള്ളാഹു നമ്മളിൽ നിന്നിട്ട് ഒരു സൽക്രമമായി സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രികീൻ വൻസുർനാ അൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അവരുടെ എല്ലാം പ്രശ്നങ്ങളെ നീ പരിഹരിക്കണേ രക്ഷിതാവേ. ഈ വിശുദ്ധ മതത്തെ പ്രചരിപ്പിക്കുവാൻ, ഈ എളിയവന്റെ ദഅവത്തിനെ എല്ലാം പ്രചരിപ്പിക്കുവാൻ സജീവമായി പ്രവർത്തിക്കുന്നവരും ധാരാളമുണ്ട്. അവരെല്ലാം നമ്മളോട് ദുആക്ക് വേണ്ടി ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം പ്രയാസങ്ങളെ ദൂരപ്പെടുത്തണം രക്ഷിതാവേ. അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണം രക്ഷിതാവേ. അവർക്ക് നീ ആരോഗ്യം നൽകണം രക്ഷിതാവേ. അവർക്ക് അവരുടെ ജീവിതത്തിൽ അന്തസ്സുള്ള ജീവിതം ജീവിച്ചുകൊണ്ട് അവർക്ക് ഉദ്ദേശിക്കുന്ന ഹൈറായ റൂട്ടുകളെല്ലാം, അതിന്റെ കവാടങ്ങൾ നീ അവർക്കും ഞങ്ങൾക്കും തുറന്നു തരണേ നാഥ. അവർക്കും ഞങ്ങൾക്കും പരലോകത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ രക്ഷിത. പരലോകത്തിൽ സ്വർഗലോകത്തിൽ അഥവാ സ്വർഗത്തിലുള്ള ഉയർന്ന സ്റ്റേനഡാകുന്ന ആ ഫിർദൗസ് അൽ അല, ഉയർന്ന സ്റ്റേനഡാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ, നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹ്യങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ളതായ തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം കൂട്ടുകുടുംബക്കാരോടൊപ്പം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരോടൊപ്പം എല്ലാം നീ തൗഫീഖ് നൽകണേ നാഥ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.